നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രക്കിടെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘം KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ സർക്കാർ പ്രോസിക്യൂട്ടർ പിണറായിയുടെ ഗൺമാൻമാർക്കെതിരായ പ്രതികളുമായി ഒത്തുകളിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യം നന്നായി അറിയാമായിരുന്നിട്ടും പ്രോസിക്യൂട്ടറെ മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ആരോപണം. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. പല ഘട്ടങ്ങളിലും മൗനം പാലിച്ച പ്രോസിക്യൂഷൻ ചില സന്ദർഭങ്ങളിൽ അവ്യക്തമായ മറുപടികൾ പറഞ്ഞ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോഴും പിണറായി വിജയൻ ആണെന്ന മട്ടിലാണ് പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾ. കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വാദികളുടെ അഭിഭാഷകനാണ് മറുപടി നൽകിയത്. ഇതിൽ പലതും കോടതി എതിർക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ പല വാദങ്ങളും പ്രോസിക്യൂഷൻ എതിർത്തില്ല. പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂട്ടർ ആദ്യം മറുപടി നൽകിയത്. പക്ഷെ പിന്നീട് അത് തിരുത്തി. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സമയത്തിലെ ആശയക്കുഴപ്പം, മർദ്ദനമേറ്റവർക്കുണ്ടായ മുറിവുകൾ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ലാത്തത് എന്തുകൊണ്ട് തുടങ്ങിയ കോടതിയുടെ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല. കേസിൽ നരഹത്യാശ്രമം ചുമത്തിയ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചതിൽ അപാകതകൾ ഉണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചപ്പോഴും കോടതിയുടെ സംശയങ്ങൾക്ക് പ്രോസിക്യൂഷൻ കൃത്യമായ മറുപടി നൽകിയില്ല. രക്ഷാപ്രവർത്തന കേസിൽ സർക്കാരിനെ തോൽപ്പിക്കാൻ അണിയറയിൽ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ നിയമിച്ച പ്രോസിക്യൂട്ടറാണ്. ഈ പ്രോസിക്യൂട്ടറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ പോലും 1 മാസം പ്രായമായ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ കേസിൽ സർക്കാർ പരാജയപ്പെടാനാണ് സാധ്യത എന്ന് നിയമവിദഗ്ധർ പോലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം സതീശൻ സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ രേഖകളുടെയും ദൃശ്യങ്ങളുടെയും ആധികാരികത ഉറപ്പാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 5 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളാണ് സെഷൻസ് കോടതി തെളിവുകളുടെ ആധികാരികളിൽ സംശയം ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ ഗൺമാൻ S അനിൽകുമാർ, S സന്ദീപ്, VK ഷൈജു, R അരുൺ എന്നീ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇന്നലെ സെഷൻസ് കോടതി പരിഗണിച്ചത്. ചൂരൽ വടി കൊണ്ടുള്ള തലയ്ക്കുള്ള അടി മരണകാരണമായേക്കാം എന്ന മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കേസിൽ നരഹത്യാശ്രമത്തിനുള്ള വകുപ്പ് എങ്ങനെ ചുമത്തി എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരും വ്യക്തികളും പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർ പകർത്തിയ ദൃശ്യങ്ങൾ എവിടെ എന്ന് കോടതി ചോദിച്ചു. ആ ദൃശ്യങ്ങളും നിലവിൽ ഹാജരാക്കിയ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കോടതി സമയം അനുവദിച്ചു. അതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി പരോക്ഷമായി വ്യക്തമാക്കി. കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാതിരുന്ന പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചതായിട്ടുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന പരാതിക്കാരായ AD തോമസ് MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൻ കുര്യാക്കോസും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇതിൽ പരാതിക്കാർ അസ്വസ്ഥരാണ്. Z+ കാറ്റഗറിയിലുള്ള VIP-യുടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുതെന്ന് നിർദ്ദേശമില്ലേ എന്ന് കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ജോലിയാണ് ചെയ്തതെന്ന് വാദിച്ച പ്രതിഭാഗത്തോടാണ് കോടതിയുടെ ചോദ്യം. വാഹനത്തിൽ നിന്നിറങ്ങാൻ എന്തെങ്കിലും നിർദ്ദേശം സുരക്ഷാ സംഘത്തിന് കിട്ടിയിരുന്നോ? ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ ശാന്തരാക്കിയ ശേഷവും സുരക്ഷാ സംഘം ഇറങ്ങിച്ചെന്ന് മർദ്ദിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നീ ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടേണ്ടി വരുമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറുപടി. അന്വേഷണ സംഘം ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ മർദ്ദനമേറ്റ പരാതിക്കാരുടെ വാദത്തിന് അനുകൂലമാണെന്നും സംഭവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. ചൂരൽ വടികൊണ്ട് തലയ്ക്ക് അടിച്ചത് മരണകാരണമാകാമെന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നരഹത്യാശ്രമം ചുമത്തിയത്. എന്നാൽ മെഡിക്കൽ ബോർഡ് വടി പരിശോധിച്ചത് മെയ് 30-ന് വൈകിട്ടാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് തന്നെ എങ്ങനെ നരഹത്യ കുറ്റം ചുമത്തിയെന്ന് കോടതി ചോദിച്ചു. പരാതിക്കാർക്ക് ഗുരുതര മുറിവേറ്റതായി മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡോക്ടർ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന പരാതിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞു. TV ചാനലുകളും അതുപോലെ തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തികളും പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളാണ് കോടതി ഹാജരാക്കിയത്. പോലീസ് ഫോട്ടോഗ്രാഫർ ചിത്രങ്ങൾ എടുത്തിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു.
എന്നാൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ആദ്യ അന്വേഷണ സംഘം റഫർ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിരുന്നതായി പ്രതിഭാഗം രേഖാമൂലം അറിയിച്ചു. പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിന്റെ CD ഹാജരാക്കി. ഈ CDയോ അല്ലെങ്കിൽ SIT സമർപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളോ കോടതി പരിശോധിച്ചിട്ടില്ല. ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്ന റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം പരിശോധിക്കാമെന്ന് കോടതി പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യം മനസ്സിലാക്കിയെന്നാണ് കേൾക്കുന്നത്. MLA മാർ മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെയാണ് നിയമമന്ത്രി. 100,000 തിരക്കുകൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് നിയമവകുപ്പിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല. CPM പ്രോസിക്യൂട്ടർമാർ സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ ഇരുന്ന് ഇതാണ് ചെയ്യുന്നത്. സർക്കാർ മാറുമ്പോൾ പ്രോസിക്യൂട്ടർമാർ രാജിവെക്കാറാണ് പതിവ്. എന്നാൽ ഇക്കുറി ആരും രാജിവെച്ചിട്ടില്ല. പുറത്താക്കട്ടെ എന്നാണ് ഇവരുടെ നിലപാട്. പുറത്താക്കാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. വിവിധ കോടതികളിലുള്ള കേസുകളിൽ ഭരണപക്ഷത്തിനെതിരെ കളിക്കാനാണ് സർക്കാർ അഭിഭാഷകർ ശ്രമിക്കുന്നത്. രക്ഷാപ്രവർത്തനം പോലെയുള്ള കേസുകളിലെങ്കിലും സർക്കാർ ഇക്കാര്യം ശ്രദ്ധിക്കണമായിരുന്നു എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് CPM തങ്ങളുടെ പ്രോസിക്യൂട്ടർമാരെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനം കേസ് ഇതിന്റെ ടെസ്റ്റ് ഡോസ് ആണ്. നിയമവകുപ്പിലെ കോൺഗ്രസുകാർ ഇക്കാര്യം ഗൗരവമായി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരുടെയും MLA മാരുടെയും പേഴ്സണൽ സ്റ്റാഫിലും വകുപ്പുകളിലെ നിർണായക തസ്തികകളിലും LDF അനുഭാവികളായ ജീവനക്കാരെ നിയമിക്കുന്നതിൽ UDF അനുകൂല സർവീസ് സംഘടനകൾ കടുത്ത അതൃപ്തിയിലാണ്. കൊത്തി മുറത്തിൽ കയറി കൊത്താനാണ് നീക്കം. ഏറ്റവും ഒടുവിലായി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച ശരത്ചന്ദ്രന് കോൺഗ്രസുമായി ബന്ധമില്ലെന്നും BJPയുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിരുന്നു. മുൻ സ്പീക്കർ കൂടിയായ N ശക്തൻ MLA-യുടെ PA CPM യൂണിയനിൽപ്പെട്ടയാളെ നിയമിച്ചെന്നാരോപിച്ച് UDF സംഘടന രംഗത്തെത്തിയെങ്കിലും തീരുമാനം തിരുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശനെതിരെ സതീശന്റെ നുണകൾ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ച് പ്രചാരണം നടത്തിയ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജീവനക്കാരനെതിരെ സർക്കാർ അന്വേഷണം നടത്താൻ ഒരുങ്ങവേ ഇയാൾക്ക് സുരക്ഷിത നിയമനം നൽകാൻ അണിയറ നീക്കം തുടങ്ങിയെന്ന ആക്ഷേപവുമുണ്ട്. ഒരു CPM MLA-യുടെ PA നിയമിച്ച സർക്കാർ ഈ അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കം. PRD അറിയാതെയുള്ള നിയമന നീക്കത്തിന് പിന്നിൽ സർക്കാരിനുള്ളിലെ തന്നെ ചില CPM അനുകൂല ലോബികളാണെന്ന് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നു. ഇയാൾ VD സതീശനെതിരെ പ്രചരണത്തിന് ആഹ്വാനം ചെയ്ത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട സന്ദേശം സന്ദീപ് വാര്യർ MLA ആണ് പുറത്തെത്തിച്ചത്. ഒന്നാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നയാളുടെ ഭാര്യയെ മുഖ്യമന്ത്രിയുടെ മാധ്യമ സംഘത്തിലേക്ക് തിരികെ കയറ്റാനും ശ്രമം നടന്നിട്ടുണ്ട്. സർവീസ് സംഘടന നൽകിയ പട്ടിക വെട്ടി പകരം ഇവരെ നിയമിക്കാനാണ് ചരടുവലി നടക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരിക്കുന്നയാളെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലോ വകുപ്പ് ആസ്ഥാനത്തോ നിയമനം നൽകാനും ധാരണയായിട്ടുണ്ട്. മറുവശത്ത് 10 വർഷമായി PRD ഡയറക്ടറേറ്റിൽ നിന്നും LDF സർക്കാർ മാറ്റി നിർത്തിയിരുന്ന UDF അനുഭാവിയെ അഡീഷണൽ ഡയറക്ടറെ വകുപ്പിൽ തിരിച്ചെത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്ന പരാതിയും സംഘടനകൾക്കുണ്ട്. 10 വർഷം LDF ഭരണമായിരുന്നതിനാൽ അനുഭവ പരിചയമുള്ള UDF അനുഭാവികളായ പേഴ്സണൽ സ്റ്റാഫിനെ കിട്ടാനില്ലെന്ന പരാതിയും മന്ത്രിമാർക്കുണ്ട്. അതും ആലപ്പുഴ മോഡൽ രക്ഷാപ്രവർത്തനം തന്നെയാണ്. UDF-നെ ഒതുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് CPM ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. പിന്നിൽ നിന്ന് കുത്താനാണ് CPM-ന്റെ നീക്കം. കാരണം VD സതീശൻ സർക്കാരിന്റെ ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയില്ലെന്ന് CPM നേതാക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നീക്കങ്ങൾ ശക്തമാവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് അനിൽകുമാർ. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് ഈ രക്ഷാപ്രവർത്തനം കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിട്ടുള്ള അനിൽ. തിരുവനന്തപുരം സ്വദേശിയാണ് അനിൽകുമാർ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരെ വിശ്വസിക്കുന്ന പതിവില്ല. എന്നാൽ ഒരു സ്റ്റാവേറിനെ പോലെയാണ് അനിൽ പിണറായിക്കൊപ്പം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യവഹാരങ്ങളുടെ ചുമതല അനിൽകുമാറിനാണ്. പിണറായിയുടെ വീട്ടുകാരും അനിൽകുമാറിനെ അത്രയേറെ വിശ്വസിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ TP സെൻകുമാർ DGP സ്ഥാനത്ത് നിന്നും തെറിക്കാനുള്ള ഒരു കാരണം അനിൽ കുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നുവെന്ന് പോലീസ് സേനയിലെ ചില പഴയ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓർക്കാറുണ്ട്. നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ MLA-യോ ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ അനിൽകുമാർ ആയിരിക്കും ഗൺമാൻ എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കും.
മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്നതിന് തെളിവില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പോലീസിന്റെ നടപടി അന്നത്തെ മുഖ്യമന്ത്രിക്കുള്ള ഒന്നാം തരം പണിയായി മാറുകയാണ്. ക്രൈംബ്രാഞ്ച് SP ലഭിച്ചിട്ടില്ലെന്ന് പറയുന്ന മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റവർ തന്നെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമല്ലെന്ന് പോലീസുകാർ അന്ന് പറഞ്ഞത്. ഇത് MR അജിത് കുമാറിനുള്ള പണി കൂടിയായിരുന്നു. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കണ്ണുമടച്ച് സംരക്ഷിക്കുന്നതിലുള്ള വിരോധമാണ് DGP ഷേഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയോട് തീർത്തത്. നവകേരള സദസ്സിന്റെ ചുക്കാൻ അജിത് കുമാറിനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ കയറൂരി വിട്ടത് അജിത് കുമാറാണെന്ന ആക്ഷേപം പരക്കെയുണ്ട്. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റു സുരക്ഷാ ജീവനക്കാർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആണ് കോടതിയിലെത്തിയത്. കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ലെന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയത്. ദൃശ്യമാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ലെന്നും കിട്ടിയ ദൃശ്യങ്ങൾ മർദ്ദനമില്ലെന്നുമാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന വാദം. അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഇമെയിലിൽ നൽകിയ യൂത്ത് കോൺഗ്രസ് കോടതിയിൽ തടസ്സ ഹർജി നൽകി. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമാണിതെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1ാം പ്രതി. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് 2ാം പ്രതിയാണ്. പരാതിക്കാരന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നതുമാണെന്ന് ബോധ്യമായെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP A സുനിൽ രാജ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഡിസംബർ 15-ന് നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമാണ് പ്രതിഷേധിച്ചവർക്ക് അടിയേറ്റത്. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുണ്ടായെന്നത് ഉള്ള പരാതിയാണ് പോലീസ് അന്വേഷിച്ചത്. അതേസമയം ചാനലുകൾ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് CD-യിൽ നൽകിയിരുന്നെന്ന് പരാതിക്കാരൻ അജയ് പറഞ്ഞു. എന്നാൽ CD-യിൽ അല്ല പെൻഡ്രൈവിൽ നൽകണമെന്നും ചാനലുകൾ പകർത്തിയതല്ല പരാതിക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മർദ്ദനമേറ്റ് കിടക്കുമ്പോൾ എങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുമെന്നാണ് അജയ് ചോദിച്ചത്. പിന്നീട് പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നെങ്കിലും സാധിച്ചില്ല. ഫോണിൽ വിളിച്ചപ്പോൾ സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അജയ് പറയുന്നു. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരമാണ്. 294B പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യ വാക്കുകൾ വിളിക്കുക, 324 അപകടകരമായ ആയുധം കൊണ്ട് ബോധപൂർവം പരിക്കേൽപ്പിക്കുക, 325 ബോധപൂർവം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് ഈ വകുപ്പുകൾ. 3ഉം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല. പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ S അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് അസൽ മൊഴിയോടൊപ്പം കോടതിയെയും പോലീസ് മേലധികാരികൾക്കും അയച്ചതായി FIR-ൽ പറയുന്നു. ഇതേ ലൈനിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് കോൺഗ്രസുകാരെ വേദനിപ്പിക്കുന്നത്. പിണറായി നിയമിച്ച പ്രോസിക്യൂട്ടറെ മാറ്റാൻ പോലും കഴിയാത്തത് നിർഭാഗ്യകരം തന്നെയാണ്.